നാളുകളോളം തെന്നാലിരാമൻ രാജസദസ്സിലേക്ക് വന്നില്ല. തന്റെ ഉറ്റമിത്രവും ഉപദേശകനുമായ തെന്നാലിരാമനെ കുറെ നാളുകളായി കാണാത്തതിനാൽ രാജാവ് അതീവ ദുഃഖിതനായി. ഒരുപക്ഷെ തെന്നാലിക്ക് എന്തെങ്കിലും അസുഖം പിടിപെട്ടിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ച് ഒരു ഭടനെ തെന്നാലിയെക്കുറിച്ച് അന്വേഷിക്കാനായി പറഞ്ഞയച്ചു. ഈ വിവരമറിഞ്ഞ മഹാരാജാവ് ചിന്താകുലനായി. നാളെ രാവിലെ തെന്നാലി രാജസദസ്സിലെത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ശിക്ഷ നിശ്ചയം എന്ന് പറഞ്ഞേക്കൂ. ആജ്ഞ പോലെ രാജൻ. പിറ്റേന്ന് തെന്നാലിരാമൻ രാജസദസ്സിലെത്തി. എന്താണ് ഇത്രയും ദിവസം രാജസദസ്സിൽ വരാതിരുന്നത്? കാവൽക്കാരനെ അയച്ചാൽ മാത്രമേ വരികയുള്ളൂ. രാജൻ, കണ്ടില്ലേ തെന്നാലിരാമൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ? പുത്തൻ പുതിയതാണല്ലോ. ഇദ്ദേഹം തെറ്റായ വഴിയിലൂടെ സ്വർണ്ണക്കാശുകൾ സമ്പാദിച്ചിട്ടുണ്ട്. തെന്നാലിരാമൻ സാവകാശം എഴുന്നേറ്റ് പട്ടുതുണി കൊണ്ട് പൊതിഞ്ഞ ഒരു പുസ്തകമെടുത്ത് രാജാവിനെ കാണിച്ചു. താങ്കളുടെ കൈവശം എങ്ങനെ ഈ പുസ്തകം കിട്ടി? രാജൻ, ഈ പുസ്തകം ഒരു പണ്ഡിതൻ ഇവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അദ്ദേഹത്തോട് മിത്രത്തെ പോലെ ഇടപഴകി അദ്ദേഹം അറിയാതെ ഈ പുസ്തകം ഞാൻ എടുത്തുകൊണ്ടുവന്നു. അതുകൊണ്ടാണ് രാജസദസ്സിലേക്ക് കുറച്ചു നാളുകൾ വരാൻ കഴിയാഞ്ഞത്. നന്ദി തെന്നാലി, നന്ദി. ഈ വിജയനഗരത്തിന്റെ ചരിത്ര പുസ്തകം വീണ്ടെടുത്തു തന്നതിനായി താങ്കൾക്ക് 1000 സ്വർണക്കാശുകൾ പാരിതോഷികമായി നൽകുന്നു. മന്ത്രിയും അംഗരക്ഷകരും അസൂയയോടെ തെന്നാലിയെ നോക്കി. എന്താ കുട്ടികളെ, നമ്മൾ ഏത് നല്ല കാര്യം ചെയ്താലും അതിനുള്ള സമ്മാനം തീർച്ചയായും നമുക്ക് കിട്ടും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ദിവസം തെന്നാലിരാമൻ രാജദർബാറിൽ എത്തിയപ്പോൾ മഹാരാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, തെന്നാലി, താങ്കൾ പ്രജകളെ കബളിപ്പിച്ച് ധാരാളം കൈക്കൂലി വാങ്ങുന്നതായി ഒരുപാട് പരാതികൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? മഹാരാജൻ, അങ്ങിത് വിശ്വസിക്കുന്നുണ്ടോ? ഉവ്വ്. താങ്കൾ നിരാകരിക്കുന്നുവെങ്കിൽ തെളിയിച്ച് കാണിക്കൂ. മഹാരാജാവ് പറയുന്നത് കേട്ട തെന്നാലിരാമൻ വളരെ അപമാനിതനായി.